والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. المرء مع من أحب. سيدنا محمد رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا سيدي يا رسول الله خذ بيدي قلد حيلتي يدركني يا رسول الله وعلى محمد سيدنا محمد. ബഹുമാനമുള്ള സയ്യിദന്മാരെ, ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, നേതാക്കളെ, സംഘാടകരെ, പ്രവർത്തകന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ പറഞ്ഞതുപോലെ സുദീർഘമായ ഒരു നസീഹത്തിന് ഈ വിനീതനീ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. ഒരുപാട് ഉസ്താദന്മാർ, ഒരുപാട് സാദാത്തുക്കൾ, മഹാനായ CM വലിയുള്ളാഹി ഖദസല്ലാഹു സിറഹുൽ അദീദ് വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകളെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ഒരുപാട് പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എപ്പോഴാണാകുക, ആരാണ് അള്ളാഹിൻ്റെ ഔലിയാക്കൾ, അവരുടെ പണി എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പലരും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി ആ വിഷയത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനത് വാക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയൊരു വ്യക്തിയൊന്നുമല്ല. ഒരുപാട് സദാത്തുക്കൾ, ഒരുപാട് ഉസ്താദന്മാർ, വലിയ വലിയ ഉസ്താദന്മാർ ഈ വേദിയിലുണ്ട്. ആയതുകൊണ്ട് നേരത്തെ ക്ഷണിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഖദസല്ലാഹു സിറഹുൽ അദീദ് മഹാനവരോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട്, മഹബത്ത് കൊണ്ട് ഈ മജ്‌ലിസിലൊന്ന് വരാം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്ത് ബഹുമാനപ്പെട്ടവരൊന്ന് സിയാറത്ത് ചെയ്ത് പോവാ എന്നുള്ള നിലക്കാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഒരു പണ്ഡിതൻ, കാര്യപ്പെട്ട ഒരു പണ്ഡിതൻ, ബഹുമാനപ്പെട്ടവർ ഹയാത്തുള്ള കാലത്ത് CM വലിയുള്ളാഹി ഖദസല്ലാഹു അലൈഹി മഹാനവറുകൾ വഫാനെ ഹയാത്തുള്ള കാലത്ത് അദ്ദേഹത്തിനൊന്ന് ഹജ്ജിന് പോവാൻ ഉദ്ദേശമുണ്ട്. ബഹുമാനപ്പെട്ടവരോട് ദ്വാരപ്പിക്കാൻ വേണ്ടി, സമ്മതം വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു ആ പണ്ഡിതൻ. പല ബഹുമാനപ്പെട്ടവരെ സമീപത്ത് വന്ന് ആ കാര്യം അദ്ദേഹം ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞ സമയത്ത് CM വലിയുള്ളാഹി ഖദസല്ലാഹു സിറഹുൽ അദീദ് മഹാനവറുകൾ കുറച്ചു നേരം ഒന്ന് കണ്ണടച്ചു നിന്നു. അങ്ങനെ കണ്ണ് തുറന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രേ, ഇക്കൊല്ലം അറഫയിൽ
സമ്മേളിക്കുന്ന ഹാജിയമാരുടെ കൂട്ടത്തിൽ നിങ്ങളെ പേര് കാണുന്നില്ല. ആ പണ്ഡിതൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഞാൻ ഇരുന്ന സദസ്സിൽ വെച്ച് കുറേ പണ്ഡിതന്മാരുണ്ട്. ആ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കണം. ആ കൊല്ലം മൂപ്പർക്ക് അതിന് പോകാൻ പറ്റിയിട്ടില്ല. ഇതാണ് സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിററുൽ അസീസ്. ബഹുമാനപ്പെട്ടവരെ പറ്റി എത്ര പറഞ്ഞാലും അവസാനിക്കൂല. അത് ശേഖന്മാരുടെ ഉറൂസും നേർച്ചകളൊക്കെ കഴിക്കുമ്പോൾ നമ്മളും മനസ്സിലാക്കേണ്ടത് അവർ ഈ ലോകത്ത് എന്തിനു വേണ്ടി ജീവിച്ചിരുന്നു, ആ ഒരവസ്ഥ നമുക്കൊക്കെ വേണം എന്നുള്ള ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവൽ നല്ലതാണ്. ഈമാൻ കിട്ടി മരിക്കലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം. അള്ളാഹു ആ അവസ്ഥയിലേക്ക് സാധുക്കളായ നമ്മളെ അള്ളാഹു എത്തിച്ചു തരുമാറാവട്ടെ. ആ ഒരവസ്ഥ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്? ഹൃദയ ശുദ്ധി. അള്ളാഹു തആലാന്റെ നോട്ടസ്ഥലം കൽബാണ്. ആ കൽബ് നന്നാക്കലായിരുന്നു അധിക മശായിഖന്മാരുടെയും ആരിഫീങ്ങളുടെയും ഒക്കെ കാര്യമായ പ്രവർത്തനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾക്കും നമ്മളെ കൽബൊന്ന് നന്നായി കിട്ടണം. ഇല്ലാമൻ അത്തല്ലാഹി കൽബിൻ സലീം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. സലീമായ ഹൃദയത്തോടുകൂടെ ആരാണോ അള്ളാഹുവിനെ സമീപിക്കുന്നത്, ശരിക്ക് കിബറില്ലാത്ത, അസദില്ലാത്ത, റിയായില്ലാത്ത, ഉജുബില്ലാത്ത നിഷ്കളങ്കമായ കൽബിൻ്റെ ഉടമ ആരാണോ അവനിക്കേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ ഒരവസ്ഥ അല്ലാഹു തആല നമുക്കൊക്കെ തെരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കൽബ് നന്നായി ഈമാൻ സലാമത്തായി മരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ എന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാനിത് വാക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു നിലക്കും പറ്റിയവനല്ല. എന്നാലും ഈ മഹാനോടുള്ള മഹബത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ മശായിഖന്മാരോടുള്ള ആ മഹബത്ത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ ദുആക്ക് അല്ലാഹു തആല ഉത്തരം തരും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനത്തെ ഒരു മജ്ലിസിലാണ് ബഹുമാനപ്പെട്ടവരെ മൗലൂദ് ഓതിയ മദ്ഹ് പറഞ്ഞ മഹത്തായൊരു മജ്ലിസിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തി കുറച്ച് ദിക്റ് ചൊല്ലി നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാന്മാരുടെ പൊരുത്തത്തിലായി അവരെ തർബിയത്തിലായി ജീവിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്.